സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറയാനില്ലെന്ന് മാത്രമല്ല, സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഉൾപ്പെടെയുള്ളത് ജനങ്ങൾ അറിയുന്നു എന്ന് കണ്ടുകൊണ്ടാണ് 10 വർഷം മുമ്പ് നടന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തേക്ക് നട്ടാൽ കുലുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 10 കൊല്ലം മുമ്പുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പേജ്. രണ്ടാമത്തെ പേജ് 10 കൊല്ലം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പേജ്. ഞാൻ ചെയ്ത PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടി അവർ വെറുതെ വിട്ടില്ല, വേട്ടയാടി കല്ലെറിഞ്ഞ് തീർത്തു. ആ ഉമ്മൻചാണ്ടിയെ മരിച്ചു കഴിഞ്ഞിട്ടും വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് ഈ പരസ്യമായിട്ട് തോന്നുന്നു. പ്രശ്നം മറ്റൊന്നുമല്ല. ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പത്രങ്ങളിൽ കൊടുത്ത പരസ്യമാണ്. പരസ്യം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ചയാവുകയും ചെയ്തതോടെ സതീശേട്ടനും രമേശേട്ടനും വേണുവേട്ടനും വീട്ടിലും നാട്ടിലും ഇരിക്കപ്പുറതിയില്ലാതെയായി. കാര്യം വേറൊന്നുമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ എല്ലാ കൊള്ളരുതായ്മകളും നാട്ടുകാർ ഒന്നുകൂടി ഓർമ്മിച്ചു തുടങ്ങി. അന്ന് ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾ പോലും ഒടുവിൽ ഭരിച്ച UDF കാലം എന്തെന്ന് പഠിക്കാനും പറയാനും തുടങ്ങി. പിന്നെങ്ങനെ ഈ ത്രിമൂർത്തികൾക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാകും? ഇതിൽ ഏറ്റവും വലിയ കോമഡി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ സ്ഥിതിക്കെങ്കിലും ഇനിയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം പറഞ്ഞ രമേശൻ ജിക്കുള്ള മറുപടി രണ്ടാമത് പറഞ്ഞ സതീശൻ ജിയുടെ പ്രതികരണത്തിലുണ്ട്. ഇനി സതീശൻ ജിയും രമേശൻ ജിയും പറയുന്നതിനുള്ള മറുപടി നമ്മുടെ വേണുഗോപാൽ ജിയും പറയുന്നുണ്ട്. എന്താണെന്നല്ലേ പറയാം. രമേശൻ ജി പറയുന്നു സർക്കാരിന് വികസന പ്രവർത്തനങ്ങൾ പറയാനില്ല എന്ന്. അപ്പോ സതീശൻ ജി പറയുന്നു ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്യുന്നു എന്ന്. ഒന്നുകൂടി കേട്ട് നോക്കിയേ. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറയാനില്ലെന്ന് മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പേജ്. അപ്പോൾ വികസനം നടന്നിട്ടില്ലെന്ന രമേശൻ ജിയുടെ ആരോപണത്തിന് സതീശൻ ജി തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി രമേശൻ ജി പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കാര്യങ്ങൾ നട്ടാൽ കുരുക്കാത്ത നുണകളാണെന്നാണ്. പക്ഷെ സതീശൻ ജി പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ നെഗറ്റീവ് കാര്യങ്ങളെന്ന്. 10 വർഷം മുമ്പ് നടന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തേക്ക് നട്ടാൽ കുലുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 10 കൊല്ലം മുമ്പുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പേജ്. അപ്പോ അന്ന് നടന്ന ഈ കാര്യങ്ങളെല്ലാം നെഗറ്റീവാണെന്ന് സതീശൻ ജിക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മുടെ വേണുഗോപാൽ ജിയുടെ ഡയലോഗാണ് ഇതിന്റെ ഹൈലൈറ്റ്. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടി അവർ വെറുതെ വിട്ടില്ല, വേട്ടയാടി കല്ലെറിഞ്ഞ് തീർത്തു. ആ ഉമ്മൻചാണ്ടിയെ മരിച്ചു കഴിഞ്ഞിട്ടും വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് ഈ പരസ്യമായിട്ട് തോന്നുന്നത്. കേട്ടല്ലോ, ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടിട്ടില്ല എന്ന്. ആരാണ്? ഈ ചോദ്യം ചാണ്ടി ഉമ്മനോടും മറിയാമ്മ ഉമ്മനോടും തന്നെ ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരും. ഇനി 3 പേരോടും. സർക്കാർ അവരുടെ പരസ്യങ്ങളിൽ വസ്തുതാ വിരുദ്ധമായി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓരോന്നും എടുത്തുകാട്ടി തെളിയിക്കുകയല്ലേ വേണ്ടത്. അതിന് ശ്രമിക്കാതെ ഉമ്മൻചാണ്ടി അപമാനിക്കുന്നു, PRDക്കെതിരെ പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പരസ്യത്തിൽ പറയുന്നത് കള്ളമാണെങ്കിൽ അത് പറഞ്ഞൂടെ എന്റെ പൊന്നു സാറന്മാരെ?